സർ, ചെറ്റ എന്ന് വിളിച്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രയോഗം നടത്തിയ സുധാകരന്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവസരവാദപരമാണ് എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. വർഗീയവാദിയാണെന്ന CPM നേരത്തെ തന്നെ മുദ്ര കുത്തിയിട്ടുണ്ട്. അവസരവാദിയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പേരും മറ്റൊരു മുഖവും ഓർമ്മയുണ്ടോ എന്നതാണ് പ്രദീപ് സാറിനോടുള്ള എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പുന്നപ്ര വയലാറിന്റെ സമര നായകനായിരുന്ന KV പത്രോസ്. KV പത്രോസിനെ ഇത്തരം വിഷയങ്ങളുമായി നമുക്ക് ഏത് വിധത്തിൽ കണക്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കും? അങ്ങനെ ഒരു വ്യക്തിയെ പ്രദീപ് സാറിന് ഓർമ്മയുണ്ടോ? തീർച്ചയായും എനിക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും KV പത്രോസിനെ ഓർമ്മയുണ്ട്. സുധാകരനെ അധിക്ഷേപിക്കാൻ അദ്ദേഹം അവസരവാദക്കാരനാണ്, അദ്ദേഹം ചരിത്രത്തിന്റെ ചെളിക്കുഴിയിൽ വീഴും എന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആവർത്തിച്ച പിണറായി വിജയൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. പുന്നപ്രയുടെ മണ്ണിന് ഒരു ചരിത്രമുണ്ട്. രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണാണിത്. അവരെ വില കുറച്ച് കാണരുത്. വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിച്ച ചരിത്രം ആലപ്പുഴയ്ക്കില്ല. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കയ്യിൽ ഒരു പോരാട്ടത്തിന്റെ ധനമുണ്ട്. ഈ പുന്നപ്ര വയലാർ സമരരംഗത്ത് വാരിക്കുന്തവുമായി സമരഭടന്മാരെ മാർച്ച് ചെയ്യിച്ച ആളാണ് KV പത്രോസ്. ഡിക്റ്റേറ്റർ എന്നാണ് പാർട്ടി അന്ന് അദ്ദേഹത്തിന് കൊടുത്ത പേര്. തിരുക്കൊച്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ഓർക്കേണ്ട സമയമാണ് ഇപ്പോൾ. ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രസ്ഥാനം തന്നെ പുന്നപ്ര വയലാറിന്റെ സമരനായകനെ ഒറ്റുകൊടുത്ത് ഒറ്റപ്പെടുത്തി. ആരോരുമില്ലാതെയാണ് അദ്ദേഹം അന്തരിച്ചത്. റീത്ത് വെക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവ് പോലും ഉണ്ടായില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ട് യദുകുലകുമാർ. അദ്ദേഹം കേരളൗതിയുടെയും പിന്നീട് മംഗളത്തിന്റെയും വർത്തമാനത്തിന്റെയും ഒക്കെ ലേഖകനായിരുന്നു. KV പത്രോസിനെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. KV പത്രോസ് കുന്തക്കാരനും ബലിയാടും എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് EMS നമ്പൂതിരിപ്പാടിനെ അദ്ദേഹം കണ്ടു. തിരുവനന്തപുരത്ത് ശാന്തിനഗറിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ടു. കാരണം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുക്കൊച്ചി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആലപ്പുഴയിലെ KV പത്രോസിന്റെ ആലപ്പുഴയിലെ കുടിലിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒളിവിൽ താമസിച്ചിരുന്നു. EMS നമ്പൂതിരിപ്പാടും ഒളിവിൽ താമസിച്ചിരുന്നു. അത് ചോദിക്കാനാണ് പോയത്. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ, താങ്കൾ KV പത്രോസിന്റെ കുടിലിൽ താമസിച്ച കാര്യം? എനിക്ക് ഓർമ്മയില്ല, ഞാൻ അന്ന് ഡൽഹിയിലായിരുന്നു എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അപ്പോൾ കൂടെയുള്ള ആളിനെ യദുകുലകുമാർ ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? ഇദ്ദേഹമാണ് കാക്ക കരുണാകരൻ എന്നറിയപ്പെടുന്ന പഴയകാല സഖാവ്. ഈ സഖാവാണ് താങ്കളെ പത്രോസിന്റെ കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. EMS മുഖത്തേക്കൊന്ന് നോക്കി, പിന്നെ നിശബ്ദനായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉത്തരവും പറയിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാർട്ടി പലരെയും പുറത്താക്കിയിട്ടുണ്ട്, PC ജോഷിയെ പുറത്താക്കിയിട്ടില്ല, അന്ന് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അപ്പൊ യദുകുലകുമാർ പറഞ്ഞു, PC ജോഷിയെ പുറത്താക്കി, പക്ഷെ പാർട്ടി തന്നെ അദ്ദേഹത്തെ തിരികെ എടുത്തു. അപ്പോൾ EMS മുഖത്തേക്ക് നോക്കിയിരുന്നു കുറെ നേരം. ഇവര് തിരിച്ചു പോന്നു. ഈ പുസ്തകത്തിൽ KV പത്രോസിന്റെ ജീവിതം സമഗ്രമായി യദുകുലകുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലമൊക്കെ കാത്തിരിക്കുമ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് ഈ പുസ്തകം എടുത്തൊന്ന് തിരിച്ചും മറിച്ച് വായിച്ചു കഴിഞ്ഞാൽ വലിയ വിലപ്പെട്ട പാഠങ്ങൾ ലഭിക്കും എന്ന് ഞാൻ ആമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം സമരനായകനായിരുന്നു. S കുമാരന്റെയും PT പൊന്നൂസിന്റെയും TV തോമസിന്റെയും ഒപ്പം പുന്നപ്ര വയലാർ സമരം നയിച്ചത്. 1946 ഒക്ടോബർ അവസാനം വാരിക്കുന്തവും ആയിരക്കണക്കിന് സമരസഖാക്കൾ മാർച്ച് ചെയ്തത്, CPയുടെ പട്ടാളത്തിനെതിരായി മാർച്ച് ചെയ്തത് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന തൊഴിലാളി വർഗ വിപ്ലവ സമരമാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സായുധ സമരങ്ങളിലെ ഏറ്റവും മുന്നിലുള്ള
2000 പേര് മരിച്ചു, 3000 പേര് മരിച്ചു എന്ന്, ആയിരക്കണക്കിന് ആൾക്കാരെ ജീവനോടെ കുഴിച്ചുമൂടി എന്നൊക്കെ നമുക്ക് അറിയാം. ഈ കൃത്യമായി എത്ര പേർ രക്തസാക്ഷിത്വം വരിച്ചു എന്നറിയില്ല. സമരത്തിന്റെ ഏറ്റവും മുന്നിൽ വാരിക്കുന്തവുമായി സമരഭടന്മാരെ നയിച്ച KV പത്രോസിനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി. കൽക്കട്ട തിസീസ് സായുധ സമരമാണ് ഇന്ത്യയുടെ വിപ്ലവ വിമോചന വഴി എന്ന BT രണദിവയുടെ തിസീസ് പാർട്ടി പിന്നാലെ പിൻവലിച്ചു. പക്ഷേ സായുധ സമരത്തിൽ അടിയുറച്ചു നിന്നു. അതാണ് പാർട്ടിയുടെ മോചനമാർഗം കേരളത്തിൽ എന്ന് വിശ്വസിച്ച ആളായിരുന്നു KV പത്രോസ്. അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവിടെ ഘടകമല്ല. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. ആദ്യം തരം താഴ്ത്തി, ആറാട്ടുപുഴ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, ഒറ്റപ്പെടുത്തി. അദ്ദേഹം അവസാനം പാർട്ടിയിൽ നിഷ്ക്രിയനായി. ആരും തിരിഞ്ഞു നോക്കിയില്ല. ജീവസന്ധാരണത്തിന് അദ്ദേഹം ലോട്ടറി കച്ചവടം വരെ നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ 1969 രണ്ടാം EMS മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിന് കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ഏജൻസിയോ കടയോ പഴയ സഹാക്കന്മാരാരോ സംഘടിപ്പിച്ചു കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി EMS അദ്ദേഹത്തിന്റെ സ്റ്റോളിനരികെ വന്നു. അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം മുഖം കൊടുക്കാതെ കടന്നുപോയി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര കടുത്ത അവഗണനയാണ് അദ്ദേഹം നേരിട്ടത്. SNDP യോഗവുമായി അദ്ദേഹം വളരെ അടുത്ത ബന്ധം പുലർത്തി. കാര്യം അദ്ദേഹത്തിന്റെ കുറെ സഹപ്രവർത്തകർ അന്ന് SNDP പ്രാദേശിക ശാഖയിൽ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഹൃദയം പൊട്ടി ഒരു കാര്യം പറഞ്ഞു. ഒരു വ്യവസ്ഥയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രക്തസാക്ഷികളെ അടക്കുന്ന, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അടക്കുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ എന്നെ അടക്കം ചെയ്യാൻ പാടില്ല. അദ്ദേഹം രസകരമായ ഒരു ഉത്തരം ആണ്, വിശദീകരണമാണ് അതിന് പറഞ്ഞത്. എന്നെ അവിടെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഴുവൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട്, അവരുമായി ഞാൻ കല്ലറയിൽ കിടന്ന് വഴക്കിടും എന്നാണ് അദ്ദേഹം തമാശ രൂപേണ എന്നാൽ ഹൃദയം പൊട്ടുമാറ് അതിന് നൽകിയ വ്യാഖ്യാനം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒട്ടേറെ നേതാക്കന്മാർ ഇങ്ങനെ അവഗണന നേരിടുകയും പാർട്ടിയാലും പ്രസ്ഥാനത്താലും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. PV കുഞ്ഞിക്കണ്ണനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയ ശേഷം അദ്ദേഹം നാട്ടിലെത്തി മലബാറിലെ ഒരു ആയുർവേദ കട നടത്തിയാണ് അവസാന കാലം കഴിച്ചുകൂട്ടിയതെന്ന് വായിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇത് മാത്രമല്ല, മഹാനായ P ഭാസ്കരനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഈ പിണറായി സർക്കാരിനും എന്ത് വിരോധമാണ് ഉണ്ടായിരുന്നത്? എന്തിനായിരുന്നു 2024 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ഇടതുപക്ഷ സർക്കാർ ഔദ്യോഗികമായി ആഘോഷിക്കാതിരുന്നത്? KV പത്രോസിനെ അടക്കിയത് SNDPയുടെ മംഗലം ശ്മശാനത്തിലായിരിക്കാം. കാര്യം അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം സഹപ്രവർത്തകനായ രാമൻകുട്ടിയോട് പറഞ്ഞിരുന്നു. രക്തഹാരം അദ്ദേഹത്തെ അണിയിച്ചോ എന്നറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ അണിയിച്ചില്ല. രക്തപതാക അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിന് മേൽ പുതപ്പിച്ചോ എന്നും വ്യക്തമല്ല. ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തെ മാത്രമല്ല, പുന്നപ്ര വയലാർ ഗീതം എഴുതിയ ഉയരും ഞാൻ നാടാകപ്പടരും ഞാനൊരു പുത്തനുയർ നാടിനേകിക്കൊണ്ടുയരും വീണ്ടും എന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷികളെ കുറിച്ച് ഖണ്ഡകാവ്യം എഴുതിയ, വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യം എഴുതിയ P ഭാസ്കരനെയും നിങ്ങൾ അവഗണിച്ചു. അദ്ദേഹത്തിന്റെ 100ാം ജന്മശതാബ്ദിയായിരുന്നു 2024 ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ഔദ്യോഗികമായി ആരും ആഘോഷിച്ചില്ല. ഇടതുപക്ഷ സംഘടനകൾ ധാരാളമുണ്ട്, അവരും ആഘോഷിച്ചില്ല. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ച P ഭാസ്കരൻ ദേശാഭിമാനി ദിനപത്രത്തിന്റെ ആദ്യ സഹപത്രാധിപർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ വലിയ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. ലാഹോറിൽ ഒളിപ്പോരിന് പാർട്ടി അയച്ച കേരളത്തിലെ വിദ്യാർത്ഥി സഹാക്കന്മാരിൽ ഒരാളായിരുന്നു P ഭാസ്കരൻ. അങ്ങനെ മഹത്തായ പൂർവ്വകാലമുള്ള P ഭാസ്കരനെ അദ്ദേഹവും കരുണാകരനുമായുള്ള ബന്ധം കാരണം കോൺഗ്രസുകാരനായി മുദ്രകുത്തി. പിന്നീട്
ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാനും ശ്രമിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് കെ വി പത്രോസിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഞാൻ ഇതിന് അടിവരയിടുകയാണ്. എന്തായാലും സർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള സമര നായകർ പുന്നപ്രവയാറിലുണ്ടായിരുന്നു. അവർക്കെതിരെ മുഖം തിരിച്ച ഒരു ചരിത്രം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതറിയാത്ത ഒരാളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ് ജി സുധാകരനെ അവസരവാദി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.